ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. ഇപ്പോൾ ഇന്ന് ഇവിടെ കാർഡ്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ കാർഡ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭഗവാൻ കൃഷ്ണൻ തരുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഡു യുവർ കർമ്മ, പിന്നെ സറണ്ടർ വന്നിട്ടുണ്ട്, സെലക്ഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ബ്ലെസ്സിങ്സ്. 5 കാർഡ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ ശുദ്ധത നിറഞ്ഞതാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഭഗവാനിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ വലിയൊരു മാറ്റത്തിന് തയ്യാറാകുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം അവസരങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഡ്യൂട്ടീസും കൃത്യമായി തന്നെ അലീച്ചയില്ലാതെ നിങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. പുതിയ അവസരം നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും പഴയതിനൊന്നും വിട്ട് കളയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എല്ലാത്തിനും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. വിഷമഘട്ടങ്ങളെയെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്ത് മാറ്റി ഭഗവാനിൽ പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കുക. ഭഗവാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി തരും. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ട, അത് ഭഗവാൻ തന്നെ നോക്കിക്കോളും. എങ്കിലേ അത് ഭഗവാനെ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഭഗവാൻ അവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുക. പിന്നെ എന്താണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ നിയോഗമായിട്ട് മാറും. ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ അവസരങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾ വിശ്വസിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം കൃത്യമായിട്ട് ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക. പിന്നെ നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്നേഹത്തണലിലും പ്രൊട്ടക്ഷനിലുമാണെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ ലാളിച്ച് കെയർ ചെയ്യുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഭഗവാൻ വിഷ്ണുവിനെയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തും കെയർ ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് വന്ന കാർഡ് ബ്ലെസ്സിങ്സ്, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ധാരാളം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജന്മനിയോഗം കണ്ടെത്തി, ഇതിനിടയ്ക്ക് തന്നെ നിങ്ങളുടെ ജന്മനിയോഗം കണ്ടെത്തിയവരാണ് പലരും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അധികം സന്തോഷത്തിലാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ഇമോഷണലി ഫുൾഫിൽഡ് ആണ് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഭഗവാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കും. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ സറണ്ടർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഡ്യൂട്ടീസ് എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.